ഇന്ന് വീണ്ടും ഒരു ചായൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാടൻ തട്ടുകടയിൽ നമുക്ക് കിട്ടുന്ന ചായയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പലർക്കും അറിയാം, നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ചായ കിട്ടുമ്പോൾ അതേ ടേസ്റ്റിൽ നമ്മൾ എത്ര വീടുകളിൽ വെക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അല്ലേ. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താ ചായൻ്റെ റെസിപ്പി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേന്ന്. എന്നാൽ തുടക്കക്കാരായ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചായ, പ്രത്യേകിച്ച് നല്ല സ്പെഷ്യലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എത്ര പാചകം അറിയുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ചായ ഉണ്ടാക്കാൻ പലർക്കും അറിയാറില്ല. പലരും എന്നോട് പറയാറുമുണ്ട്. അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ചായൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കിടിലൻ ചായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ, അതുപോലെ ചായപ്പൊടി, പഞ്ചസാര, പാല്, അതിൻ്റെയൊക്കെ അളവ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചായ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഞാനും എല്ലാവരെയും കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും നല്ല കൃത്യമായിട്ടൊന്നും ചായ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ പല വീഡിയോസും കണ്ടിട്ട് പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് തന്നെയാണ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതരത്തിൽ നമുക്ക് ചായ ഉണ്ടാക്കാം. കാരമൽ ടീ, അതുപോലെ മസാല ടീ, പിന്നെ അതുപോലെ തന്നെ കരാക് ടീ, അങ്ങനെ പലതരത്തിലുണ്ടാക്കാം. അപ്പോൾ നമ്മൾ നാടൻ തട്ടുകളിൽ ചായ ഉണ്ടാക്കാൻ ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് ചായേൻ്റെ അളവാട്ടോ പറയുന്നത്. അപ്പോൾ പാല് നല്ല വെള്ളം ചേർക്കാത്ത കട്ടിയായിട്ടുള്ള പാൽ തന്നെയാണ്. അപ്പോൾ ഇതാ പാല് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പാലെടുത്ത അതേ ഗ്ലാസ് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. 1 ഗ്ലാസ് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഒരു 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ചായക്ക് 1.5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് വെട്ടിത്തിളച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായൻ്റെ സത്തൊക്കെ നല്ല പോലെ ആണ് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്കാണ് നമ്മൾ ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ, അപ്പോൾ ആ പാലാണ് ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ, തണിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് ബാക്കി 1/2 ഗ്ലാസ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇതുപോലൊരു കപ്പ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് ചായ കപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ച് പതിപ്പിച്ച് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ നാടൻ തട്ടുകടയിൽ ഉണ്ടാക്കുന്നത് ചായ എങ്ങനെയാണെന്ന് പലരും കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ സമോവർ ചായക്ക് കുടിക്കാറില്ല, അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചായ തയ്യാറാക്കി നോക്ക്. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് നമ്മുടെ ചായയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചായ കിട്ടുന്ന കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പാലും പകുതി അളവ്, അതുപോലെ തന്നെ നമ്മൾ ചായയും നല്ല പകുതി അളവിൽ വരുമ്പോൾ നല്ല അടിപൊളി പാൽ ചായ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒരു ചായ മാത്രം മതി, നമുക്ക് ദിവസം മുഴുവനും നല്ലൊരു ഉന്മേഷവും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്